Hello students, അപ്പോൾ നമുക്ക് alternating seriesന്റെ അടുത്ത പ്രോബ്ലം നോക്കാം. Example 4. Test the convergence of 1 minus 1 by 2 square root 2 plus 1 by 3 square root 3 minus 1 by 4 square root 4 plus etc. Okay, plus or minus alternating ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു alternating series ആണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടേം 1 ആണ്, സെക്കൻഡ് ടേം 1 by 2 square root 2, തേർഡ് ടേം 1 by 3 square root 3, ഫോർത്ത് ടേം 1 by 4 square root 4 and etc. Then the ith term ai is equal to, ഞാൻ പറഞ്ഞിരുന്നല്ലോ ഓൾട്ടർനേറ്റിംഗ് സീരീസ് എഴുതുമ്പോൾ നമ്മൾ സൈൻ കണക്കാക്കാറില്ല, പ്ലസോ മൈനസോ അത് എടുക്കാറില്ല, ജസ്റ്റ് ആ ടേം പോസിറ്റീവ് ടേം മാത്രമേ എടുക്കാറുള്ളൂ. സൈൻ ഒഴിവാക്കിയിട്ട് ആ ടേം മാത്രമേ നമ്മൾ അതിൽ നിന്ന് എടുക്കാറുള്ളൂ. മറ്റ് സീരീസുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യരുത്. ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺസിഡർ ചെയ്യുമ്പോൾ മാത്രം അതിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യുമ്പോൾ മാത്രം ഇങ്ങനെ എടുക്കാൻ പാടുള്ളൂ. അത് ആ ടെസ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എ ഐ ഇസ് ഈക്വൽ ടു 1 by i square root i. ഓക്കെ, ഇനി നമുക്കറിയാം i plus 1 ഈസ് ഗ്രേറ്റർ ദാൻ i. അതൊരു ഫാക്റ്റാണ് അല്ലേ, i plus 1 ഈസ് ഗ്രേറ്റർ ദാൻ i. സോ റൂട്ട് ഓഫ് i plus 1 ഈസ് ഗ്രേറ്റർ ദാൻ റൂട്ട് i. ശരിയാണല്ലോ. So I plus 1 whole square into root of I plus 1 is greater than I square into root I. ഇത് ഒരു പോസിറ്റീവ് ഫാക്ടറാണ്, ഇതിനേക്കാളും വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ തന്നെയായിട്ട് നിൽക്കും, മാറ്റമൊന്നും വരില്ല. ഇനി ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ ഇൻഇക്വാളിറ്റി റിവേഴ്സ് ചെയ്യും. സോ 1 by I square plus 1 whole square into root of I plus 1 is less than 1 by I square into root I. അതായത് എ ഐ പ്ലസ് 1 ഈസ് ലെസ് ദാൻ എ ഐ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ പ്ലസ് 1ത്തെ ടേം ഐത്തെ ടേമിനേക്കാളും ചെറുതാണ് എന്നുള്ളത് കിട്ടും. അതാണ് നമുക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു കാര്യം, ടെസ്റ്റിൽ പറയുന്ന ഒരു കാര്യം നമുക്ക് അതാണ് വേണ്ടിയിരുന്നത്. പിന്നെന്താ വേണ്ടത്, ഐത്ത് ടേം 0ലേക്ക് ടെൻഡ് ചെയ്യുന്നു എന്നും കൂടി കാണിക്കണം. എന്നാലാണ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. സോ ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി എ ഐ എടുത്തു കഴിഞ്ഞാൽ limit I tends to infinity 1 by I square root I. ക്ലിയർലി ഐക്ക് ഇൻഫിനിറ്റി എന്ന് കൊടുത്താൽ ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി വരും. ഇപ്പോൾ 1 by ഇൻഫിനിറ്റി എന്നുള്ള ഫോം ആവും, ദാറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നിരിക്കുന്ന സീരീസ് ഈസ് കൺവേർജന്റ് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റും. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ടെസ്റ്റ് ദ കൺവേർജൻസ് ഓഫ് 1 minus 1 by root 2 plus 1 by root 3 minus 1 by root 4 plus etc. അപ്പോൾ ഇതും നിങ്ങൾക്കറിയാം, ഇതൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടേംസ് മാത്രം എടുക്കുക. ടേംസ് മാത്രം എടുക്കുമ്പോൾ a1 ഈക്വൽ ടു 1, a2 ഈക്വൽ ടു 1 by root 2, a3 ഈക്വൽ ടു 1 by root 3, a4 ഈക്വൽ ടു 1 by root 4 അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്ക് a1 ഈസ് ഗ്രേറ്റർ ദാൻ a2. നിങ്ങൾക്കത് വാല്യൂസ് നോക്കിയാൽ ഇത് ഇങ്ങനത്തെയൊക്കെ നമുക്ക് പിന്നെ ഡയറക്റ്റ് വാല്യൂസ് നോക്കിയാൽ തന്നെ അറിയാം അല്ലേ. അല്ലെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. വി ഹാവ് i plus 1 ഈസ് ഗ്രേറ്റർ ദാൻ i. സോ root i plus 1 ഈസ് ഗ്രേറ്റർ ദാൻ root i. സോ 1 by root i plus 1 ഈസ് ലെസ് ദാൻ 1 by root i. 1 by root i എന്നുള്ള രീതിയിലല്ലേ ഇതിലെല്ലാം പോകുന്നത്. ഓക്കെ, ith ടേം എന്ന് പറഞ്ഞാൽ 1 by root i അല്ലേ. അങ്ങനെ പറഞ്ഞിട്ടും ഈ കണ്ടീഷൻ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും, എ ഐ ഈസ് ഗ്രേറ്റർ ദാൻ എ ഐ പ്ലസ് 1 എന്നുള്ളത്. പിന്നെ ഇത് കാൽക്കുലേറ്ററിൽ വാല്യൂസ് നോക്കാവുന്നത് ആയതുകൊണ്ട് ഇവർ ഡയറക്റ്റ് എഴുതി പോയിട്ടുണ്ട്. a1 ഗ്രേറ്റർ ദാൻ a2, a2 ഗ്രേറ്റർ ദാൻ a3, a3 ഗ്രേറ്റർ ദാൻ a4 എക്സെട്ര ഇൻ ജനറൽ എ ഐ ഗ്രേറ്റർ ദാൻ എ ഐ പ്ലസ് 1 എഴുതി പോയിട്ടുണ്ട്. അപ്പോൾ ഒന്നിലോ നിങ്ങൾക്കത് കാൽക്കുലേറ്ററിൽ അതിൻ്റെ വാല്യൂസ് നോക്കിയിട്ട് ചെറുതായി പോകുന്നു എന്നുള്ളത് ഇങ്ങനെ എഴുതി വെച്ചാൽ മതിയാവും. ജസ്റ്റ് അത് വെറുതെ അറിയാവുന്ന വാല്യൂസ് ആയതുകൊണ്ടാണ് വെറുതെ എഴുതി വെച്ചത്. ഇനി അതല്ല എങ്കിൽ ഞാനിവിടെ പറഞ്ഞ പോലെ മുകളിലത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞ മാതിരി ഇതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ 1 by root i എന്നാണ് ith ടേം വരുന്നത്. അപ്പോൾ ഇവിടെ i plus 1 ഈസ് ഗ്രേറ്റർ ദാൻ i, റൂട്ട് ഓഫ് i plus 1 ഈസ് ഗ്രേറ്റർ ദാൻ റൂട്ട് i. പിന്നെ നമുക്ക് ഇതൊന്നും വേണ്ട, പിന്നെ ജസ്റ്റ് റെസിപ്രോക്കൽ എടുത്താൽ മതി ഇതിൻ്റെ. അപ്പോൾ 1 by root i plus 1 ഈസ് ലെസ് ദാൻ 1 by root i. അത്രയും മതി. ഇവിടുത്തെ i plus 1ത്തെ ടേമാണ് 1 by root i plus 1, ith ടേമാണ് 1 by root i. അതിൽ നിന്ന് ഇത് പറയാൻ പറ്റും, എ ഐ ഈസ് ഗ്രേറ്റർ ദാൻ എ ഐ പ്ലസ് 1 എന്നുള്ളത് പറയാൻ പറ്റും. മനസ്സിലായല്ലോ അല്ലേ. അങ്ങനെ എഴുതിയാലും മതിയിട്ടതിന് പകരം. ഇനി അടുത്തത് എന്താ ചെക്ക് ചെയ്യാനുള്ളത്, ith ടേം 0ലേക്ക് പോകുന്നില്ലെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ലിമിറ്റ് i ടെൻസ് ടു ഇൻഫിനിറ്റി എ ഐ ഇസ് ഈക്വൽ ടു
ലിമിറ്റ് I ടെൻസ് ടു ഇൻഫിനിറ്റി 1/√I which is equal to 0 എന്ന് കിട്ടും. സോ ഇവിടെ ഇൻഫിനിറ്റി വരുമല്ലോ. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് സീരീസ് വെച്ചിട്ട് ദ ഗിവൺ സീരീസ് ഈസ് കൺവേർജൻ്റ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ, എക്സാമിൻ ദ കൺവേർജൻസ് ഓഫ് ദ സീരീസ് 1/1p minus 1/2p plus 1/3p minus 1/4p plus etc. where p greater than 0. ഇതാണ് തന്നിരിക്കുന്നതിൻ്റെ ഫോം. Hence the terms are alternatively positive and negative. Alternating series ആണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നമുക്കതിനെ -1 whole raised to I minus 1 AI. -1 whole raised to I minus 1. ഫസ്റ്റ് വൺ പോസിറ്റീവ് ആണ്. -1 whole raised to I minus 1 AI. അല്ലെങ്കിൽ -1 whole raised to I plus 1 എന്നുള്ള രീതിയിൽ എഴുതാം കേട്ടോ. എന്ന് എഴുതാം. നമുക്കതിൻ്റെ ടേംസ് ആണ് വേണ്ടത്. ടേംസ് AI is equal to 1/I raised to p. ഇപ്പോൾ നോക്കിയേ, ഫസ്റ്റ് ടൈം വരുമ്പോൾ 1/1 raised to p. സെക്കൻഡ് ടൈം വരുമ്പോൾ 1/2 raised to p. തേർഡ് ടൈം വരുമ്പോൾ 1/3 raised to p. അങ്ങനെ ith ടൈം വരുമ്പോൾ 1/I raised to p. ശരിയല്ലേ? അപ്പോൾ ith ടൈം വരുന്നത് അങ്ങനെയാണ്. നെക്സ്റ്റ് നമുക്ക് AI plus 1/AI ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ആ കണ്ടീഷൻ ഉണ്ടല്ലോ, AI plus 1 ലെസ് ദാൻ AI, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ മറ്റേതുപോലെ ചെയ്യുന്നത് എളുപ്പമല്ലാത്തത് കൊണ്ട് ആണ് ഇത് ഇങ്ങനെ ചെയ്തത്. ഇപ്പം അങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്തോളാം നിർബന്ധമൊന്നുമില്ല. ഈ രീതിയിൽ ചില പ്രോബ്ലംസ് ചെയ്യേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് ഇവരിങ്ങനെ ചെയ്തു എന്നുള്ളൂ. നിങ്ങളിപ്പോൾ മറ്റേതുപോലെ ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ മറ്റേതുപോലെ എങ്ങനെ, ഇതിപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം മറ്റ് പ്രോബ്ലംസ് ചെയ്ത പോലെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. ഇങ്ങനെ ചെയ്താലും മതി. വി ഹാവ് I plus 1 ഈസ് ഗ്രേറ്റർ ദാൻ I. അപ്പം അതുകൊണ്ട് I plus 1 whole raised to p ഈസ് ഗ്രേറ്റർ ദാൻ I raised to p എഴുതാം. ശരിയല്ലേ? അപ്പോൾ റെസിപ്രോക്കൽ എടുത്താൽ മതി. 1/I plus 1 whole raised to p ഈസ് ലെസ് ദാൻ 1/I raised to p എന്ന് കിട്ടിക്കഴിഞ്ഞാൽ AI plus 1 ഈസ് ലെസ് ദാൻ AI എന്ന് എഴുതാൻ പറ്റും. അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. പക്ഷെ എന്നാലും ഇവിടെ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചില പ്രോബ്ലംസ് ചെയ്യേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് ഈ ഒരു രീതി എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് നോട്ട് എഴുതുമ്പോൾ ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ ആ പറഞ്ഞ രീതിയിൽ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടിട്ട് നോട്ട് എഴുതുക. ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. AI plus 1/AI കണ്ടുപിടിക്കും. AI plus 1/AI കണ്ടുപിടിക്കും. അതായത് 1/I plus 1 whole raised to p divided by 1/I raised to p. എന്നിട്ട് അതിനെ റെസിപ്രോക്കൽ കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ I raised to p by I plus 1 whole raised to p കിട്ടും. എന്നിട്ട് ഇതിൽ നിന്ന് I raised to p ഔട്ട്സൈഡ്, അത് അങ്ങനെ തന്നെയാണല്ലോ. ഈ ടേമിൽ നിന്ന് I ഔട്ട്സൈഡ് എടുക്കും. I ഔട്ട്സൈഡ് പോകുമ്പോൾ I raised to p ഉണ്ടാവും. പിന്നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 1 plus 1/I whole raised to p ഉണ്ടാവും. പിന്നെ I raised to p ക്യാൻസൽ ചെയ്യുമ്പോഴാണ് 1/1 plus 1/I raised to p കിട്ടുക. ഇത് 1 മുകളിൽ അതിനേക്കാളും വലിയൊരു ക്വാണ്ടിറ്റി താഴെ, അതെന്തായാലും ലെസ് ദാൻ 1 ആയിരിക്കും അല്ലേ? 1 ആണ് മുകളിൽ, 1നേക്കാളും വലിയൊരു ക്വാണ്ടിറ്റിയാണ് താഴെ. 1നേക്കാളും വലിയൊരു ക്വാണ്ടിറ്റി താഴെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും. ആ കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ AI plus 1/AI ഈസ് ലെസ് ദാൻ 1 കിട്ടി. ഇനി അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ AI plus 1 ഈസ് ലെസ് ദാൻ AI എന്ന് കിട്ടി. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് മുന്നിലത്തെ പ്രോബ്ലംസും ഈ ഒരു മെത്തേഡിൽ ചെയ്യാട്ടോ. AI plus 1/AI ഈസ് ലെസ് ദാൻ 1 എങ്ങനെയെങ്കിലും കാണിക്കാൻ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫാക്റ്റ് എന്ന് പറയുന്നത് 1/1നേക്കാളും വലിയൊരു വാല്യൂ ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും എന്നുള്ളതൊരു ഫാക്റ്റാണ്. ആ ഫാക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ലെസ് ദാൻ 1 എന്നുള്ളത് നമ്മൾ എഴുതിയത്. അതുപോലെ മുകളിലത്തെ പ്രോബ്ലംസ് വേണമെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾ AIയും AI plus 1 കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫാക്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഏതാ പഴയതുപോലെ എങ്ങനെ ചെയ്യാം? I plus 1 ഈസ് ഗ്രേറ്റർ ദാൻ I. സോ I plus 1 whole raised to p ഈസ് ഗ്രേറ്റർ ദാൻ I raised to p അല്ലേ? ഇനി എന്താണ് പിന്നെന്ത് പറയാം? സോ 1/I plus 1 raised to p ഈസ് ലെസ് ദാൻ 1/I raised to p. ആ രീതിയിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലും ചെയ്യാം. അപ്പോൾ പിന്നെ ഇവിടെ p ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് യാതൊരു സംശയവും അതിനകത്ത് വരാനില്ല. കറക്റ്റായിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നിങ്ങളുടെ എങ്ങനെയാണോ വേണ്ടത് അതുപോലെ ചെയ്യാം. ഇനി ith ടേം 0 ആണെന്ന് കൂടി കാണിക്കാനുണ്ട്. അപ്പം
ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി എ ഐ എന്നല്ല കേട്ടോ, ഇവിടെ എ ഐ ആണ്. എ ഐ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി 1/i⁻p. ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി വരും, അതുകൊണ്ട് വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജൻ്റ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്താണ് ആബ്സല്യൂട്ട് ആൻഡ് കണ്ടീഷണൽ കൺവേർജൻസ് നോക്കാം. The series sigma equal to 1 to infinity ai is called absolutely convergent if sigma equal to 1 to infinity mod ai is convergent. അപ്പോൾ ഇത് ഓൾറെഡി പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു, എന്നാലും ഇവിടെ ഒന്നുകൂടെ പറയാം. ഒരു സീരീസ് ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ ടേംസിൻ്റെ മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ കിട്ടുന്ന സീരീസും, അതായത് ടേംസിൻ്റെ മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ കിട്ടുന്ന സീരീസും കൺവേർജൻ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അവിടെ ഒരു റിസൾട്ട് പറയാനുള്ളത് എവറി ആബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് സീരീസ് ആർ കൺവേർജസ്. എല്ലാ ആബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് സീരീസുകളും കൺവേർജൻ്റ് ആയിരിക്കും. ഒരു സീരീസ് എടുത്തിട്ട് അതിൻ്റെ മോഡുലസ് വാല്യൂ വരുന്ന സീരീസ് കൺവേർജ് ചെയ്യുമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സീരീസും കൺവേർജ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് എവരി ആബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് സീരീസുകൾ കൺവേർജൻ്റ് ആണ് എന്ന് പറയാനായിട്ട് പറ്റുക. തിരിച്ചു പറയാൻ പറ്റില്ല കേട്ടോ, ഒരു സീരീസ് കൺവേർജൻ്റ് ആണെന്ന് വെച്ചിട്ട് അതിൻ്റെ മോഡുലസ് വാല്യൂസ് കൺവേർജ് ചെയ്തോളെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ അത് തിരിച്ചു പറയാൻ പറ്റില്ല, ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. എവരി ആബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് സീരീസ് ആർ കൺവേർജൻ്റ്, അല്ലെങ്കിൽ ദേ കൺവേർജസ് എന്ന് പറയാനേ പറ്റുള്ളൂ. A series may converge without being absolutely convergent. Such a series are called conditionally convergent. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം. ഒരു സീരീസിന് കൺവേർജ് ചെയ്യാം, പക്ഷേ അത് ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള ഒരു സീരീസിനെയാണ് നമ്മൾ കണ്ടീഷണലി കൺവേർജൻറ്റ് സീരീസസ് എന്ന് പറയാറ്. സീരീസ് കൺവേർജൻ്റ് ആണ്, പക്ഷേ മോഡുലസ് വാല്യൂസ് കൺവേർജൻ്റ് അല്ല. അതാണ് നോട്ട് ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. സീരീസ് കൺവേർജൻ്റ് ആണ്, പക്ഷേ ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് അല്ല. അത്തരത്തിലുള്ള സീരീസിനെയാണ് കണ്ടീഷണലി കൺവേർജൻറ്റ് സീരീസസ് എന്ന് പറയുന്നത്. സോ ഇത് ഡെഫിനേഷൻസ് ഓർത്ത് വയ്ക്കുക. ആബ്സല്യൂട്ട് കൺവേർജൻസും അതുപോലെ കണ്ടീഷണൽ കൺവേർജൻസും. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ. ദ സീരീസ് 1 minus 1/2 square plus 1/3 square minus 1/4 square plus 1/5 square etc. is absolutely convergent സിൻസ് അതിൻ്റെ മോഡുലസ് വാല്യൂസ് ഉള്ള സീരീസ് എടുക്കുക. മോഡുലസ് വാല്യൂസ് എന്ന് പറയുമ്പോൾ ഈ മൈനസ് ഉണ്ടായിരുന്നിടത്തൊക്കെ എന്ത് വരും, എല്ലാ ടേമും പോസിറ്റീവ് വരും അല്ലേ. ഇത് നോക്കിയൊക്കെ ഈ സീരീസ്, അപ്പോൾ ഇതാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസ്, മോഡുലസ് വാല്യൂൻ്റെ സീരീസ്. ഈ സീരീസ് എന്ന് പറഞ്ഞാൽ ഹാർമോണിക് സീരീസ് ആണല്ലേ, വിത്ത് പി ഈക്വൽ ടു 2. അപ്പോൾ പി ഈക്വൽ ടു 2, പി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഹാർമോണിക് സീരീസുകൾ കൺവേർജൻ്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹാർമോണിക് സീരീസ് വിത്ത് പി ഈക്വൽ ടു 2 ആണ്, അതുകൊണ്ട് തന്നെ ഇത് കൺവേർജൻ്റ് ആണ്. അപ്പോൾ ഈ മോഡുലസ് വാല്യൂൻ്റെ സീരീസ് കൺവേർജൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ തന്നിരിക്കുന്ന ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെന്ന് പറയാം. ശരിയല്ലേ? അപ്പോൾ അതൊരു എക്സാമ്പിളായിട്ട് എഴുതിക്കുന്നതാണ്, പ്രോബ്ലമായിട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് എഴുതിക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് പ്രോബ്ലമായിട്ട് ചെയ്യാം കേട്ടോ, ബുദ്ധിമുട്ടില്ലല്ലോ. ഈ പറഞ്ഞ രീതിയിൽ അങ്ങോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഒരു ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു സീരീസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മോഡുലസ് വാല്യൂവിൻ്റെ സീരീസ് എഴുതി നോക്കുക. ആ സീരീസ് കൺവേർജൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ആ സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ ഗിവൺ സീരീസ് ഈസ് ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ്. ആ സീരീസ് കൺവേർജൻ്റ് അല്ല എങ്കിൽ ഗിവൺ സീരീസ് ഈസ് കണ്ടീഷണലി കൺവേർജൻ്റ്. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു എക്സാമ്പിള്. The geometric series 1 minus 1/2 plus 1/4 plus 1/8 etc. converges absolutely because the corresponding series of absolute values. ഇതാണ് അതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂസ് അല്ലെങ്കിൽ മോഡുലസ് വാല്യൂസ് എടുക്കുമ്പോൾ കിട്ടുന്ന സീരീസ്. ഇതൊരു ജിയോമെട്രിക് സീരീസ് ആണല്ലേ, ഇത് കൺവേർജ് ചെയ്യും. അതുകൊണ്ട് തന്നെ ദ ഗിവൺ സീരീസ് ഈസ് ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. ഷോ ദാറ്റ് ദ സീരീസ് 1 minus 1/2 plus 1/3 plus 1/4 ഈസ് കണ്ടീഷണലി കൺവേർജ്ഡ് എന്ന് കാണിക്കാനാണ്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ മോഡുലസ് വാല്യൂസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക ഇതാണ് സിഗ്മ 1/i. അതായത് നമ്മുടെ ജോമെട്രിക് സീരീസ്, അതായത് 1/n എന്നുള്ള സീരീസ്. നമുക്കറിയാം ഈ 1/n എന്നുള്ള സീരീസ് എന്തല്ല, കൺവേർജൻ്റ് അല്ല. ഇതിൻ്റെ മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ അതല്ലേ വരും, അതെല്ലാം പ്ലസ് ആയിട്ട് വരും. ഇത് ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്ന കേട്ടോ, ഇത് നോട്ട് എഴുതുമ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്തോളൂ. ഈ മോഡ് എ എടുക്കുമ്പോൾ ഇതിവിടെ പ്ലസ് ആണ് കേട്ടോ, ഇതെല്ലാം പ്ലസ് ആണ് ഈ ടേംസ് എല്ലാം. അതായത് സിഗ്മ 1/i കൺവേർജൻ്റ് അല്ല എന്നുള്ളത് നമുക്കറിയാം. പി സീരീസ് വിത്ത് പി ഈക്വൽ ടു 1 ആണ്, ഡൈവേർജൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ ഇവിടെ പ്ലസ് ആക്കാൻ മറക്കരുത്.
മോഡുലസ് വാല്യൂ എടുക്കുമ്പോഴുള്ള സീരീസ് ഡൈവേർജൻ്റ് ആണ്. അതുകൊണ്ട് ഗിവൺ സീരീസ് ഈസ് കണ്ടീഷണലി കൺവേർജൻറ്റ്. ഓക്കെ.